Welcome back to Learnino. So today's topic is Senadiode. Senadiode നിന്നുള്ള important ആയിട്ടുള്ള MCQ questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So let's start. First one, which of the following controls the current in a Senadiode? ഒരു Senadiode കറന്റ് കൺട്രോൾ ചെയ്യുന്നത് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് Senadiode റെസിസ്റ്റൻസ്, potential barrier, reverse bias voltage, external circuits. വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. സെനഡയോഡിൽ നമ്മൾ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ ആദ്യം അറിയണം, നമുക്കറിയാം സെനഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാണ് അല്ലെ. സെനഡയോഡിന്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള വോൾട്ടേജ് അതിന് അക്രോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് പാരലൽ ആയിട്ട് ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരു വോൾട്ടേജ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റിവേഴ്സിൽ നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ സെനഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ആ സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഏത് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക? അതിന്റെ റെസിസ്റ്റൻസിനെ ആയിരിക്കോ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയറിനെ ആയിരിക്കോ, റിവേഴ്സ് ബയസ് വോൾട്ടേജിനെ ആയിരിക്കോ? ഇതൊന്നും ആയിരിക്കില്ല, എക്സ്റ്റേണൽ സർക്യൂട്ടിനെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സെനർ ഡയോഡിന്റെ, ഇപ്പൊ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഒക്കെ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ടാവും, RS എന്ന് പറയുന്ന സീരീസ് റെസിസ്റ്റർ. അതെന്തിനാണ്? ആ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സെനർ ഡയോഡിലൂടെയുള്ള കറന്റ് ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ സീരീസ് റെസിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെനഡയോഡ് ഡാമേജ് ആവുന്നത്, എക്സസീവ് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ സെനഡയോഡ് ഡാമേജ് ആവും. അപ്പൊ ആ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂടെയുള്ള ആ ഒരു കറണ്ടിനെ ലിമിറ്റ് ചെയ്ത് അത് കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള സീരീസ് റെസിസ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ കൊടുക്കാം? എക്സ്റ്റേണൽ സർക്യൂട്ട്സ് എന്നുള്ളതായിരിക്കും ഇതിൽ കറക്റ്റ് ആൻസർ. ഒന്നുകൂടി പറയാം, നമ്മൾ സെനഡയോഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ ക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന സമയത്ത് സെനഡയോഡ് കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്ത് അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന നമുക്കൊരു എക്സസീവ് കറണ്ട് സെനഡയോഡിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഡാമേജ് ആവും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ ആണ്, ഒരു സീരീസ് റെസിസ്റ്റർ ആണ്. വിച്ച് ഇൻ ദ സെൻസ് നമുക്ക് ഫ്രം ദ ഓപ്ഷൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, the maximum power rating of a Zener diode has 500 milliwatt at 50 degrees Celsius and a rating factor of 2.2 milliwatt per degree Celsius. The maximum power Zener can dissipate at a temperature of 70 degrees Celsius is. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ റയർ ആയിട്ട് ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടും ഉണ്ടാവുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ഒരു ടേം ഉണ്ട്, ഡിറേറ്റിംഗ് ഫാക്ടർ അല്ലെ. അപ്പൊ എന്താ അത് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു സെനഡയോഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനൊരു പവർ റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു മാക്സിമം പവർ റേറ്റിംഗ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ മെൻഷൻ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ പറയുന്നത് 500 milliwatt at 50 degrees Celsius. അതിന്റെ മാക്സിമം പവർ റേറ്റിംഗ് ആണ്. അപ്പോ നമ്മൾ ഇപ്പോ ഈ പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടീഷന്റെ മുകളിൽ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ സേഫ് ആയിട്ട് ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ അതിന് എന്താ സംഭവിക്കുക? ഈ മാക്സിമം പവർ ഡിസിപ്പേഷൻ കുറയും. ഓക്കെ, അപ്പോ അത് എത്രയാണ് എന്നുള്ളതാണ് ആക്ച്വലി ഈ പറഞ്ഞ ഈ ഡിറേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 50 ഡിഗ്രി സെൽഷ്യസിൽ 500 milliwatt ആണ്. പക്ഷേ മാക്സിമം പവർ സെനർ ക്യാൻ ഡിസിപ്പേറ്റ് അറ്റ് ടെമ്പറേച്ചർ 70 ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡിറേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് അവിടെ നമ്മൾ എത്ര പവർ അത് കുറയും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് മാക്സിമം പവർ റേറ്റിംഗ് എത്ര തന്നിട്ടുണ്ട്? 500 milliwatt തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഡിറേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 2.2 milliwatt per degree Celsius. അതായത് 1 ഡിഗ്രി സെൽഷ്യസിന് 2.2 milliwatt എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇനി ഇവിടെ എത്രയാണ് ടെമ്പറേച്ചറിൽ വന്നിട്ടുള്ള വേരിയേഷൻ? 50 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് 70 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി, വിച്ച് മീൻസ് അതിന്റെ ഡിഫറൻസ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് ഡിറേറ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറേറ്റിംഗ് ഫാക്ടർ
multiplied by the temperature increase. അപ്പോൾ ഇവിടെ temperature increase 20 degree Celsius ആണ്. 20 degree Celsius into 2.2 multiply ചെയ്ത് കഴിഞ്ഞാൽ we will get the answer, that is 44 milliwatt എന്ന് കിട്ടി. അപ്പോൾ ഈ 44 milliwatt ആണ് നമുക്ക് പവർ കുറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം പവർ 70 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാവുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് ഇനിഷ്യലി നമുക്ക് എത്രയാണോ പവർ റേറ്റിംഗ് വരുന്നത് അതിൽ നിന്നും ഈ ഡിറേറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കുറയ്ക്കാം. ദാറ്റ് ഈസ് 500 milliwatt minus 44 milliwatt. That is 456 is the correct answer. Okay, idea clear ആയെന്ന് വിചാരിക്കുന്നു. അതായത് കൃത്യമായിട്ട് നമ്മളത് കോൺസെപ്റ്റ് മനസ്സിലാക്കണം. നമുക്ക് തന്നിട്ടുള്ള റേറ്റിംഗ്, പവർ റേറ്റിംഗ്, അത് എത്ര ടെമ്പറേച്ചറിലാണ്, ഇനി എത്ര ടെമ്പറേച്ചറിലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ചിട്ട് ആ ഡിറേറ്റിംഗ് എമൗണ്ട് കണ്ടുപിടിക്കുക, അത് ഇനിഷ്യലി ഉള്ള പവർ വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്യാം. So correct answer is 456 milliwatt. Next one, Zener diode is preferred for self coupling, AC coupling, both AC and DC coupling, DC coupling. But Zener diode നമ്മൾ മെയിൻ ആയിട്ട് DC കപ്ലിംഗിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ DC സർക്യൂട്ട്സിൽ സ്റ്റേബിൾ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് Zener diode യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ DC കപ്ലിംഗിനാണ് യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി നമ്മൾ AC കപ്ലിംഗിൽ നമ്മൾ അധികം ഇത് യൂസ് ചെയ്യാറില്ല, DC സർക്യൂട്ട്സിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ DC കപ്ലിംഗ്, ഓപ്ഷൻ ഡി is correct answer. Next one, in the breakdown region, a Zener diode behaves as a dash source. Breakdown region le Zener diode constant voltage ആയിട്ടാണോ, constant current ആയിട്ടാണോ, constant resistance ആണോ, none of them. ഇത്രയാണ് ഓപ്ഷൻ. വളരെ സിമ്പിൾ ആണ് അല്ലേ? കാരണം breakdown region ൽ Zener diode ഓപ്പറേറ്റ് ചെയ്യുന്നത്, that means reverse biased condition ല. എന്താണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായിട്ട് തന്നെയായിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക, ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ എ is the correct answer. Next one, why is there is sudden increase in current in the Zener diode? ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം Zener diode നമുക്കൊരു സഡൻ ഇൻക്രീസ് അല്ലെ, ആ ഒരു ബ്രേക്ക്ഡൗൺ റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സീഡ് ദ ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് there will be a sudden increase in the current. എന്തുകൊണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. Due to the rupture of ionic bonds, due to the rupture of covalent bonds, due to viscosity, due to potential difference. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം Zener diode reverse biased കണ്ടീഷനിൽ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് ബ്രേക്ക്ഡൗൺ വോൾട്ടേജിനേക്കാൾ അല്ലെങ്കിൽ Zener വോൾട്ടേജിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം covalent bonds റപ്ചർ ആയിട്ട് ധാരാളം ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ആവും. ഓക്കെ, ആ ഒരു ഇതിലാണ് നമുക്ക് ആ ഒരു സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ കറന്റ്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവും, അതിന്റെ മൂവ്മെന്റ് വഴി നമുക്ക് സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ കറന്റ് വരുന്നത്, ഡയോഡിൽ വരുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡ്യൂ ടു റപ്ചർ ഓഫ് കോവാലന്റ് ബോൺസ് ആണ്, അയണിക് ബോൺസ് അല്ല, കോവാലന്റ് ബോൺസ് ആണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, Zener effect is operated at. Zener effect ഓപ്പറേറ്റ് ചെയ്യുന്ന ഹൈ റിവേഴ്സ് വോൾട്ടേജ് for heavily doped, low reverse voltage for heavily doped, high reverse voltage for lightly doped, low reverse voltage for lightly doped. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ Zener diode ഓപ്പറേറ്റ് ചെയ്യുന്നത് low reverse voltage, heavily doped. Zener diode heavily doped ആണ് at low reverse voltage. So option B is the correct answer. Next one, Zener diode that are having breakdown voltage greater than 5 volt operate predominantly in. Okay, this is also an important question. Breakdown voltage greater than 5 volt operate in avalanche breakdown, Zener breakdown, both of these and none of these പറയുന്നത്. അതായത് typically നമ്മൾ Zener breakdown typically occur ചെയ്യുന്നത് lower voltageലാണ്, അതായത് below 5 voltലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ 5 വോൾട്ടിൽ വരുമ്പോഴത്തേക്കും അവിടുത്തെ പ്രൈമറി മെക്കാനിസം എന്ന് പറയുന്നത് അവലാഞ്ചി ബ്രേക്ക്ഡൗൺ ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Next one, the Zener diode in the circuit has a Zener breakdown voltage of 5 volt. Calculate the power dissipation in the resistance. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന റെസിസ്റ്ററിന്റെ കാര്യം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 30 വോൾട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. 30 വോൾട്ട് ഒരു ഇൻപുട്ട് ഉണ്ട്. Zener breakdown voltage 5 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. പവർ ഡിസിപ്പേഷൻ ഇൻ സീരീസ് റെസിസ്റ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു റെസിസ്റ്റർ, സീരീസ് റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇവിടെ 30 വോൾട്ട് ആണ്, ഇവിടെ സെനറിന് ബ്രേക്ക്ഡൗൺ വോൾട്ടേജ് 5 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? 30 - 5 അല്ലെ?
30 മൈനസ് ഈ 5 വോൾട്ട് ആയിരിക്കും, അതായത് 25 വോൾട്ട് ആയിരിക്കും റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഇനി പവർ കണ്ടുപിടിക്കാൻ എന്താണ്, നമുക്ക് ആ റെസിസ്റ്ററിന്റെ വാല്യൂ അറിയാം, അപ്പൊ വോൾട്ടേജും കിട്ടി. സോ P is equal to V square by R വെച്ചിട്ട് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we will get the answer, that is 25 into 25 divided by 200 ആണ് വരുന്നത്. That is 3.125 watts will be the correct answer. So from the options, option C is the correct answer. So Zener diode ആയിട്ട് relate ചെയ്തിട്ടുള്ള important questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Thank you.